എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ഇനി പറയാൻ പോണ കഥയാണ് ഒരൊന്നൊന്നര കഥ. അപ്പോൾ ബഷീർ എന്നൊക്കെ പറഞ്ഞ ഒരു പാവം യൂട്യൂബറുണ്ട്. പാവം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന അത്രയും പാവവും പരിശുദ്ധനും വിശുദ്ധനും ആയ ഒരു പാവം യൂട്യൂബർ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, 2 ഭാര്യമാരെ ഒരുമിച്ച് താമസിപ്പിച്ച് ഒരേപോലെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആദർശ പുരുഷനാണ്. കേരളത്തിലെ പല പുരുഷന്മാർക്കും അയാളോട് ഭയങ്കര അസൂയമാണ്. കാരണം ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടുമോ? മുസ്ലിംസൊക്കെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നിലേറെ വിവാഹവും കഴിക്കാം, പക്ഷേ ഭാര്യമാർ കൂടിയ 2 വീട്ടിലായിരിക്കും. അല്ലെങ്കിൽ ഒരു ഭാര്യനെ മൊഴിയൊല്ലിയിട്ടൊക്കെ പിന്നെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു ഭാര്യ തന്നെ മറ്റൊരാളെ കെട്ടിക്കും എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കുക, ഒരു വീട്ടിൽ തന്നെ താമസിക്കുക. ഇത്രയും ഐക്യമുള്ള 2 ഭാര്യമാർ, 2 ഭാര്യമാരിലും മക്കൾ, ഇങ്ങനെയൊക്കെ ജീവിതം അങ്ങ് ആസ്വദിച്ച് പോകുന്ന ബഷീറോട് ആളുകൾക്ക് ഭയങ്കര അസൂയാന്നേ. എന്നാ ചെയ്യാനാ? അപ്പം ബഷീറേട്ടന് ആദ്യമായിട്ട് ചെയ്തത് സുഹാന എന്ന് പറഞ്ഞ ഒരു നസ്രാണി പെണ്ണിനെ പ്രേമിച്ചങ്ങ് കെട്ടി. 1-2 പിള്ളേരുമായി. അതിന് ശേഷമാണ് പുള്ളിക്ക് ഇവളുടെ 2 ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സൗന്ദര്യം അങ്ങ് പോയില്ലേ. അപ്പോൾ ഇച്ചിരൂടെ നല്ല തൊലി വെളുത്ത ചുന്ദരി കുട്ടി പുള്ളിയുടെ മുന്നിൽ ചെന്ന് വിട്ടു. പുള്ളിക്ക് എങ്ങനെയാണെങ്കിലും ഇവളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, മറക്കാൻ പറ്റത്തില്ല. പറഞ്ഞു, എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്ന്. ഇവനെ കെട്ടി വീട്ടുകാരെ നാട്ടുകാരെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആദ്യത്തെ കുട്ടിക്ക് സ്വന്തം വീട്ടിൽ കയറി പോകാൻ പറ്റുമോ? ഇല്ല. 2 പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റുമോ? വീട്ടുകാരെങ്കിലും സ്വീകരിക്കുക? ഇല്ല. അപ്പം വേറെ നിവൃത്തിയൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കും. എന്തേലും ആട്ടെ, കെട്ടിയോൻ്റെ സന്തോഷമല്ലേ, ഞാൻ അങ്ങ് സമ്മതിച്ചു. അതുകൊണ്ട് വരുന്ന പെണ്ണിനെ അമ്മയെപ്പോലെ സ്വീകരിക്കാൻ മാത്രം സന്മനസ്സുള്ള ആ മൂത്ത ഭാര്യ, അല്ലെങ്കിൽ ആദ്യത്തെ ഭാര്യ, കെട്ടിയൻ 2ാമത് കൊണ്ടുവന്ന പെണ്ണിനെ മകളെപ്പോലെ സംരക്ഷിച്ച് അവൾക്ക് വേണ്ടുന്നതൊക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ആക്കി. അതിലൊക്കെ വളരെ നല്ല മനസ്സോട്ടോ, നല്ല കാര്യമാണ്. എല്ലാവർക്കും ഒന്നും പറ്റിയല്ല. ഇങ്ങനെ പറ്റുന്ന ഭാര്യമാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മഹത്തരമായ കാര്യങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്ത് കൊടുക്കണം, പറ്റുന്നവരട്ടോ. ഞാൻ ചെയ്യത്തില്ല, എനിക്കൂടെ പറ്റത്തില്ല. എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് എൻ്റെ കെട്ടിയ വല്ല പണികൾ വിളിച്ചിട്ട് ഇങ്ങനെ അടിച്ച് മോന്ത പൊട്ടിക്കും, അല്ലെങ്കിൽ ഞാൻ 2 കൂടെ കൊന്നിട്ട് ചെയ്തിപ്പോൾ. ഇതാണ് എൻ്റെ ഒരു നിലപാട്. അപ്പോൾ അത് പറഞ്ഞേ, പറ്റുന്നവരൊക്കെ നല്ല ഭാര്യമാരെ കൊണ്ട്, ഈ പുരാണത്തിലൊക്കെ പറയുന്ന രീതിയിൽ ഭർത്താവ് എന്ത് തോന്നിയാസം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഭർത്താവിനെ പരസ്ത്രീയ സംഘത്തിനായിട്ട് നടക്കാൻ വയ്യാത്ത കെട്ടിനെടുത്ത് തോളലിട്ട് കൊണ്ടുപോയി വേറെ പെണ്ണിൻ്റെ ഒപ്പം കൊണ്ടുപോയി ആക്കിയിട്ട് ഭർത്താവിന് വേണ്ടിയിട്ട് കത്തിരുന്ന നല്ല ഭാര്യമാരൊക്കെ ഉണ്ടെന്നാണ് പുരാണത്തിൽ. അപ്പോൾ അതുപോലത്തെ ഒരു ഭാര്യയൊന്നും അല്ല ഞാൻ. ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ആകാൻ കഴിയുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അത്തരം സ്ത്രീകളിലെ പുരുഷന്മാർക്ക് ഭയങ്കര താല്പര്യ സ്നേഹമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം ചെയ്ത് കിട്ടില്ല, അവിടെ പോകാം. ഇവിടുത്തെ ഉണ്ടാക്കുന്ന കറി മോശമാണെങ്കിൽ അപ്പുറത്ത് പോകാം. ഇവിടെ തുണി അലക്കി തന്ന് ഇനി ഇവിടെ ഒരാൾ തുണി അലക്കിയതുള്ളൂ, തേക്കാൻ സമയത്തേക്ക് അപ്പുറത്ത് പോയി തേപ്പിക്കാം. എത്ര മനോഹരമായ കാര്യങ്ങളാണ്. ഇനി ഒരാൾക്ക് ഇവിടെ പറ്റിയല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിലോ ഒരു കാര്യത്തിന് മുടക്കം വരെയില്ല, അപ്പുറത്തുമായിരിക്കും. ഇങ്ങനെയൊക്കെ ഭയങ്കര ലോട്ടറി അടിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോണത് ബഷീർ ഏട്ടൻ്റെ, അതായത് ഇത്രയും ആദർശവാനും വിശുദ്ധനും പരിശുദ്ധനുമായ നമ്മുടെ ബഷീർ അണ്ണന് അടുത്ത കാലത്ത് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലെത്തി. എന്താണ്? വെളുത്തിട്ട് മാറാനുള്ള ക്രീം, BB ക്രീം. പലപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ പത്രത്തിലൊക്കെ ഒരുപാട് വാർത്ത വന്നത്. ചിലരുടെ മുഖത്തെ തോരളകിപ്പോയി, ചിലർക്ക് ക്യാൻസർ വന്നു, ചിലർക്ക് കിഡ്നി പ്രശ്നമായി. എന്തായാലും ബഷീറണ്ണൻ്റെ ഈ ക്രീം ഉപയോഗിച്ചിട്ട് ഏതായാലും ഒരു യൂട്യൂബർ അത് വാങ്ങി. പുള്ളിക്കാരി എൻ്റെ റിവ്യൂ പറഞ്ഞു, നല്ല കവറിങ് ആണ്. 1500 രൂപയുള്ളൂ കേട്ടോ ക്രീമിൻ്റെ വില, വലിയ വിലയൊന്നുമില്ല, വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവരും പറഞ്ഞു സുഹാന ചേച്ചി ഒന്ന് വിളിക്കട്ടെന്ന്. ഉടനെ ബഷീറണ്ണന് ക്രീമൊക്കെ കൊടുത്ത സുഹാന ചേച്ചിയെ വിളിപ്പിച്ചു. എങ്ങനെ വിളിപ്പിച്ചു? വീഡിയോയ്ക്ക് ആദ്യമൊക്കെ ഇടുന്ന ഒറിജിനൽ കളറിലിട്ടു, പിന്നത്തെ വീഡിയോയ്ക്ക് ഫിൽറ്റർ കയറ്റിയിട്ടു, ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലെ. അപ്പം സുഹാന ചേച്ചി ഭയങ്കര സുന്ദരിയായി. അതോടുകൂടി കുറേ ആൾക്കാർ ക്രീം അങ്ങോട്ട് വാങ്ങി. എന്നിട്ട് കുറേ പേർക്ക് അബദ്ധം പറ്റിയെന്ന് ഇപ്പോൾ വന്ന് കമൻറ്റേക്ക് ഇടുന്നുണ്ട്. ഒരാൾ പറഞ്ഞു എൻ്റെ മുഖത്തെ തോലൊക്കെ ഇളകിപ്പോയി. പുള്ളിക്കാരിയുടെ കസിനും വാങ്ങിക്കൊടുത്തായിരുന്നു. ചേട്ടത്തി അനിയത്തും കൂടെ വെളുത്തിട്ട് മാറാൻ വേണ്ടിയിട്ട് പോയതാണ്. ഒരാൾക്ക് ശ്വാസമുട്ടലുണ്ടായി. പിന്നെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ശ്വാസോത്സവ പ്രശ്നം എന്തോ ഉണ്ടായിട്ട് ആശുപത്രിയിലായതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുത്ത് രക്ഷപ്പെട്ടു. സത്യമാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ, കമൻ്റ് ആയിട്ട് ഓരോന്ന് വരുന്നതാണ്. ഏതാണെങ്കിലും ഒരു യൂട്യൂബർ ഇത് വീഡിയോ ഇട്ടിട്ടുണ്ട്.
പുള്ളിക്കാരിയുടെ മുഖത്തെ തോലൊക്കെ ഇളകിപ്പോയി. എൻ്റെ സ്കിൻ ഇങ്ങനെയാ മക്കളെ. അവിടെ ഇത് വന്നു, ഇവിടെ ഇത് വന്നു. അതുകൊണ്ട് ഇനി ഞാൻ എന്തായാലും ഈ ക്രീം വാങ്ങി ഉപയോഗിക്കുകയില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയെന്ന്. അതേ അന്നേരം ആ ചാനലിൽ വേറെ വ്യക്തി വന്നിട്ട് എഴുതുന്നു, എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എൻ്റെ തോല് പൊളിഞ്ഞു പോയി, മുഖത്ത് ഭയങ്കര പ്രശ്നമായി, ഡോക്ടറുടെ അടുത്ത് ചെന്നോ, ഡോക്ടറിന് ഈ ക്രീം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞേ. ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞ് അവരുടെ ചാനലിൽ കീഴെ കമൻറ്റ് ഇട്ടു, ബ്ലോക്ക് ചെയ്യും. ഇൻസ്റ്റയിൽ കമൻറ്റ് ഇട്ടു, എന്നെ ബ്ലോക്ക് ചെയ്യും. എവിടെയൊക്കെ കമൻറ്റ് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് ഫീഡ്ബാക്ക് മോശം കിട്ടിയവരൊക്കെ ഇട്ടു. ഞങ്ങളെല്ലാവരും ബ്ലോക്ക്. ഇത് തന്നെ. അതായത് ബഷീറണ്ണൻ്റെ ആര് പിന്നെ പറയുന്ന തെറ്റാണോ? ഞാനൊരു സാധനം കൊടുത്തിട്ട് അത് മോശമാണെന്നും പറഞ്ഞ് എൻ്റെ തന്നെ ചാനലിൽ വന്ന് നിങ്ങളെ കൊണോണോന്ന് എഴുതി വെച്ചാൽ അത് എൻ്റെ കച്ചവടത്തെ ബാധിക്കത്തില്ലേ? അപ്പം ഞാൻ ആ കമൻറ്റ് എവിടെ ഇട്ടുകൊണ്ടിരിക്കുമോ? ഇല്ല, സ്വാഭാവികം. ഇതിലൊന്നും ബഷീറണ്ണനകത്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെളുത്തിട്ട് വേറണം പിന്നെ വെള്ളക്കാക്കിയാണ്, അത് കൊക്കാണെങ്കിലും ഭൂമി ജീവിക്കാൻ പറ്റുള്ളൂ. ഈ നിറത്തിന് എന്താണ് കുഴപ്പം? കറുപ്പിന് 7 അഴകെന്ന ഇതൊന്നും മനസ്സിലാക്കാതെ ക്രീം വാരിപ്പൊത്തി ഇപ്പോൾ വെളുത്തി ചുന്ദരനാവും. അതങ്ങനെയാ, വെളുത്തിട്ട് പാറണം. പാറും എങ്ങോട്ടാണെന്നറിയോ? വെളുത്തിട്ട് വേഗം കൈകാലൊക്കെ ഇട്ട് അടിച്ച് സ്വർഗത്തിലോട്ടോ നരകത്തിലോട്ടോ പാറാൻ വേണ്ടിയിട്ട് വേണ്ടുന്നവർക്കൊക്കെ ക്രീം വാങ്ങി ഉപയോഗിക്കാം. ചിലവരുടെ കിഡ്നി അടിച്ചിട്ടായിരിക്കും ഇങ്ങനെ പൊക്കത്തിലോട്ട് പാറുന്നത്. ചിലവർക്ക് ക്യാൻസർ വന്നിട്ടായിരിക്കും ഇങ്ങനെ വെള്ളച്ചെറുകളൊക്കെ വിരിച്ചു പോതെ. ചത്തുപോയാൽ എന്താ കുഴപ്പം? നല്ല ചമഞ്ഞ് പെട്ടി കിടന്നൂടെ? നല്ല വെളുത്ത സുന്ദരമായ ശരീരം കൊണ്ട് പെട്ടിയിലങ്ങ് കിടന്ന് സ്വർഗത്തിലോട്ടോ നരകത്തിലോട്ടോ യാത്ര ആയിക്കൂടെ? ഇതിന് വല്ല തെറ്റും പറയാനുണ്ടോ? ഇല്ലെന്നേ. നിങ്ങളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കണം. വെളുക്കുക എന്നുള്ള ഒരു ജീവിതത്തിലെ അവിഭാജ്യ ഘടകമല്ലേ. ചത്താലെന്താ? വെളുത്തില്ലേ? ആ ഡെഡ് ബോഡി വരുന്നവർ നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ വെളുത്ത മുഖത്ത്, വെളുത്ത് തൊടുത്ത കവിളിലും വെളുത്ത് ചുമന്ന നെറ്റിത്തടങ്ങളിലും കൈകളിലും കവിളിലൊക്കെ ഇങ്ങനെ കുറേ ഉമ്മ തരും. ആ ഉമ്മ കിട്ടിയാൽ പോരെ, ജീവിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ഇനി കിഡ്നി പോയാൽ സാരമല്ല, ഒരു കിഡ്നി പോയാൽ അടുത്തതുണ്ടെന്നേ. ഇനി അതല്ലേ ഇച്ചിരി ഡയാലിസിസ് ചെയ്യുന്നതിന് എന്നാ കുഴപ്പം? ഇച്ചിരി പൈസ ഉണ്ടാക്കിയാൽ പോരെ. എന്നാൽ എൻ്റെ ശരീരം നല്ല വെളുത്തല്ലേ ഇരിക്കുന്നേ. നല്ല വെളുത്ത ശരീരം കൊണ്ട് ആശുപത്രി ചെന്നിട്ട് ഞാൻ ഡോക്ടറുടെ അടുത്ത് കിടക്കാം. എന്നിട്ട് പറയും, ഡോക്ടറെ ഞാൻ വെളുത്തിട്ട് പറയും, എനിക്ക് നല്ല നിറം വെച്ചല്ലോ, ഞാൻ കിഡ്നി പോയാലും സാരമില്ല, എന്നെ ഡയാലിസിസ് ചെയ്താൽ മതി. ചെയ്തു. ഡയാലിസിസ് ചെയ്യുമ്പോൾ എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും കേട്ടോ. അതൊക്കെ ഓർത്തണം. ഇനി ക്യാൻസർ വന്നു കഴിഞ്ഞാൽ റേഡിയേഷനൊക്കെ ഭയങ്കര സുഖം. നല്ല ക്യാൻസർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഞണ്ടിർക്കുന്ന വേദന എന്നാ. അത്രയും മുടിഞ്ഞൊരു സാധനമാണ്. ഇത്രയും ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞിട്ടും ഈ വെളുക്കാൻ വേണ്ടിയിട്ട് ക്രീം വാങ്ങി തേച്ച വ്യക്തി, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് യൂട്യൂബറായിട്ട് ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ട് സത്യസന്ധമായ ഫീഡ്ബാക്ക് ഇടുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ സത്യസന്ധമായിട്ട് ഫീഡ്ബാക്ക് ഇടാൻ വേണ്ടിയിട്ട് ക്രീം വാങ്ങി ഉപയോഗിച്ചു, എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് ഇന്നതാ എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത് നാട്ടുകാരെ പരിപൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാനും സേവിക്കാനും സന്നദ്ധതയുള്ള യൂട്യൂബർ വന്ന് ആ വീഡിയോ ഇട്ട് കരഞ്ഞ് നിലവിളിച്ച് മെഴുകുന്നുണ്ട്. എനിക്ക് ബഷീറൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പൊക്കെ തരുന്നുണ്ട്. പിന്നെ വെളുക്കാനുള്ള ബോധിക്ക് വാങ്ങുന്നതല്ലേ. ഇങ്ങനെ ആൾക്കാർ വെളുത്തോട്ടെ, സുഹാരി ചേച്ചിയൊക്കെ വെളുത്തോലെ ആൾക്കാർ കുറച്ച് വെളുത്തോട്ടെ, കയ്യിലിരുന്ന പൈസയും പോയി ഇച്ചിരി വെളുത്തോട്ടെ, വെളുക്കുന്നത് തന്നെ കുഴപ്പം. അതുകൊണ്ട് നിങ്ങൾ വെളുത്താലല്ലേ ബഷീറാണെൻ്റെ വീട്ടിൽ അരി വേകൂ മക്കളെ. അപ്പം അടുത്തയാളെ കുറിച്ചും തന്നു. എൻ്റെ ദൈവം, ഇനി നാളെ ആരെ കൊല്ലണ്ട് വരുമോ എന്തോ. അവസാനം ഈ നാട്ടുകാർ മുഴുവൻ എന്നെ പിടിച്ചിട്ട് തല്ലുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സാരമില്ല. പൊതുജന സേവന താല്പര്യാർത്ഥം നമ്മൾക്ക് ഇത്രയൊക്കെ ചെയ്യാനേ പറ്റൂ കേട്ടോ. ഞാൻ തമാശയിട്ടൊക്കെ കാര്യം പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ശ്രദ്ധിക്കുക. ഈ കെമിക്കൽ ചേർന്ന ക്രീമും സാധനമൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് ഉപയോഗിച്ച് അവനവൻ്റെ ഉള്ള ആരോഗ്യം കളയും. തൊലിപ്പുറത്ത് ക്യാൻസർ ഒന്നും ഉണ്ടാക്കി വെക്കല്ലേ. വെള്ളപ്പണ്ട് ഒത്തിരി അസുഖങ്ങൾ ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. ബി കെയർഫുൾ.